ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലുണ്ടായ നബിദിനാഘോഷം നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ ഞാൻ കുറേ ആയിട്ട് അങ്ങനെ കൂടലില്ല കേട്ടോ. അപ്പം രാവിലെ 7 മണിക്ക് തന്നെ പതാക ഉയർത്തുന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ നീക്കാൻ തന്നെ 7 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം നീച്ച് മോള് അപ്പോൾ എൻ്റെ കൂടെ നീച്ചതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഓള് നീക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 7:30 കഴിക്കണ് മദ്രസക്ക് എത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ പതാകയൊന്നും ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചെറിയ മഴ അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതി നിന്നതാണ്. 7 മണിക്കൊന്നും പതാക ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 8 മണി ആവാനായപ്പോഴാണ് പതാക ഉയർത്തിയത് കേട്ടോ. പിന്നെ ഇന്ന് തന്നെ ഇവിടെ നേർച്ചയുണ്ട്. അപ്പോൾ അതിനുള്ള ചട്ടവട്ടങ്ങൾ അവിടെ ഒരു ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട്. രക്ഷിതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കേനി. അങ്ങനെ ഇതിപ്പോൾ പുതിയ മദ്രസയാണ് കേട്ടോ. ഈ മദ്രസ കയറ്റിയിട്ടൊരു 4 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ പഴയ മദ്രസയിലായിരുന്നു പഠിച്ചിരുന്നത്. ഇവിടെ +2 വരെ ഉണ്ട് കേട്ടോ മദ്രസ. അപ്പോൾ അതാ മൂക്കൊരു ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ രാത്രി ഇങ്ങനെ കത്തി കാണുമ്പോൾ നല്ല രസമാണല്ലേ. അങ്ങനെ ഏതായാലും മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം പിന്നെ പതാക ഉയർത്താനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഈ പതാക ഉയർത്തി കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് മഴ വല്ലാതെ ഉണ്ടായിട്ടില്ല. ഒരു ജാഥയൊക്കെ പോയി വന്ന ശേഷം പിന്നെ നല്ല മഴ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കൂടുകയാണ്. മോൻ്റെ പരിപാടി വ്യാഴാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കൂടാൻ പറ്റിയത്. അങ്ങനെ ഒത്തിരി ഓർമ്മകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ മദ്രസ സ്കൂളൊക്കെ. അപ്പോൾ ഞാൻ 9 വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കന്ന് രാത്രിയായിരുന്നു കേട്ടോ മദ്രസ. ഒരു 5:30 തൊട്ട് 7:00 വരെ. ആ ഒരു ടൈമൊക്കെ നല്ലൊരു കുറേ ഓർമ്മകളുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ. നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ അല്ലേ. എന്താണെന്ന് വെച്ചാൽ രാത്രി ടൈം ആകുമ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ ഉസ്താദുമാരും ആൺകുട്ടികളൊക്കെ പള്ളിയിലേക്ക് പോകുന്ന ടൈമും പിന്നെ പെൺകുട്ടികൾ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവരെന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് തിന്നാനൊക്കെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഒരു നല്ലൊരു അച്ചാർ, പപ്പായ അച്ചാർ കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പോഴൊന്നും ആവുന്നു പോയിട്ടില്ല കേട്ടോ. അത് ഞാൻ എത്ര തവണ അവളോട് ചോദിച്ചാലും ഓളമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റൊക്കെ എത്തിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതുമാത്രമല്ല, അങ്ങനെ പല പല സാധനങ്ങൾ പലവരും കൊണ്ടുവരും കേട്ടോ. അങ്ങനെ പതാക ഉയർത്തൽ കഴിഞ്ഞ് സ്റ്റേജിലെ ഒരു സ്റ്റെപ്പ് കളിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനായിന് കേട്ടോ. മഴ ഇപ്പോൾ അനുകൂലമായൊരു സാഹചര്യമായിന്. അപ്പോൾ ചെറിയ ചാറലുണ്ട്, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഈ പഴയ മദ്രസ ആവുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച പഴയ മദ്രസയിലേനി അവിടെ ഈ ഡെസ്കുകളും ബെഞ്ചൊക്കെ തന്നെ പഴക്കമുണ്ടായിന് കേട്ടോ. അപ്പോൾ ഈ ഡെസ്കിൽ തന്നെ അങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, ഈ മുറിതുണ്ടാവില്ലേ, ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ടായിന് ഡെസ്കിന് കേട്ടോ. അപ്പോൾ അതിൽ അന്ന് ഈ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് കഥയൊക്കെ പറഞ്ഞു തരും കേട്ടോ. നല്ല രസമായിന്. എനിക്ക് കുഴിയിലൊക്കെ ഇങ്ങനെ പെന്ന് കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, അത് മനുഷ്യന്മാരെ പോലെ നടക്കുന്നതും കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമായിന്. ഓളുണ്ടാക്കി പറഞ്ഞു തരേക്കാരം, പക്ഷെ അത് യഥാർത്ഥത്തിൽ നടക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ. അമ്മയും കുട്ടിയും കളിയൊക്കെ ആയിട്ട് നല്ലൊരു രസമായിന്. അങ്ങനെ അപ്പോൾ പിന്നെ ഓലിതാ പോവാണ് കേട്ടോ, ജാഥ പോവാണ്. കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അതായത് 2 തരം ദഫ് ടീം തന്നെ ഉണ്ട്. പിന്നെ 2 തരം ഫ്ലവർ ഷോ ടീമുണ്ട്. സ്കൗട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പഠിച്ച അത്ര കുട്ടികളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നണം കേട്ടോ.
ഉസ്താദ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾ ജാഥൻ്റെ മുന്നിലും ബാക്കിലും വേണ്ട എന്നുള്ളത് കേട്ടോ. പക്ഷെ അത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ മുന്നിലും ബാക്കിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നുമല്ല, പ്രത്യേകിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് പോകാമെന്നുള്ള നിലയിൽ ഓല് പോകുന്ന ബാക്കിൽ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് കുറേ ചീത്തയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെൺകുട്ടികൾ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളെന്നാലും പോകട്ടെ, അതൊന്നും കേൾക്കാതെ. പിന്നെ ബാക്കി വരുന്ന ചീരണി ഞങ്ങൾക്ക് എപ്പോഴേലൊക്കെ എവിടുന്നേലൊക്കെ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ആ ജാഥയൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ചീരണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാഥ അപ്പത്തിന് മടങ്ങി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ കാരണം പല കുട്ടികളും ഓലെ വീടിൻ്റെ അടുത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും കുറച്ച് കുട്ടികളുള്ളിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൽക്കില്ലേ ചീരണി കൊടുക്കുകയാണ്. ദഫുട്ടികൾക്ക് നമുക്ക് എപ്പോഴും ചീരണി കിട്ടലില്ല. ഓൽക്ക് ഓരി വെക്കുമ്പോൾ ഓൽക്കത് ഉണ്ടാവലില്ല. എൻ്റെ അനിയനൊക്കെ ദഫിന് കൂടിയിരുന്ന സമയത്ത് തന്നെ ഓനൊന്നും എല്ലാവർക്കും കിട്ടിയ അത്ര ചീരണിയൊന്നും ഓന് ഉണ്ടാവലേ ഇല്ല. കാരണം ഓൽക്ക് പാവം ഓല് കളിക്കുന്ന ടൈമേക്കാരം ഓൽക്കുള്ളത് വണ്ടിയിൽ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് ഓരി വെച്ചെടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ അത്ര എണ്ണ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാതൊന്നും എത്തിക്കോണമെന്നില്ല. പക്ഷെ ഞങ്ങൾ ആദ്യം ദഫുട്ടികൾക്കുള്ള 100 എണ്ണം ഞങ്ങൾ ബിസ്ക്കറ്റാണ് കൊടുത്തിരുന്നത്. ആ ബിസ്ക്കറ്റ് ആദ്യം വണ്ടിയിൽ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എന്നാലും കുറേ ബിസ്ക്കറ്റൊക്കെ ബാക്കിയായിന്. കാരണം കുറേ കുട്ടികൾ മഴ ആയതുകൊണ്ട് പല സ്ഥലത്ത് ഓലെ വീടിൻ്റെ മുന്നിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ പല സ്ഥലത്തും ദഫൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. മഴനെ പേടിച്ചിട്ട് വേഗം മടങ്ങി പോരാന്നുള്ളൊരു ഇതിലേനി. പിന്നെ ഈ പ്രാവശ്യം എന്നത്തെയും പോലെ ചീരണികൾ കുറവേനി. ചീരണികൾ എവിടുന്നുമില്ല. ആകെ 3 പായസവും ഒരു ബൂസ്റ്റ്, പിന്നെ സമൂസ, അങ്ങനെ 4-5 ലഡു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ആദ്യമായിട്ട് മോന് മടിയൊക്കെ ഉണ്ടായിന്. പക്ഷേ അപ്പാൻ്റെ കുട്ടി ഉണ്ടായതുകൊണ്ട് ഓനൊപ്പം പോയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഇതിനാണോ ഞാൻ പോയത് എന്നൊക്കെ പറയുന്നുണ്ടായിന്. കാരണം അവിടുന്ന് ഇതിലാറൊക്കെ ചീരണി കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിൽ പിന്നെ ഓൽക്ക് തന്നെ കഴിക്കാമല്ലോ എന്ന് വെച്ച് പറഞ്ഞയച്ചതാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ മുന്നിൽ പോയിട്ടോ. കുറേ ഞാനൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും വരിക്ക് ഈ റോഡാകെ തിങ്ങി നിറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഓൽക്കൊക്കെ കിട്ടിക്കണോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് കേട്ടോ. ഞങ്ങൾ ഒപ്പം മദ്രസയിലുണ്ടായിന്. ഓല് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ. ഞങ്ങൾ കൊടുത്ത ചീരണിനെ ഞങ്ങൾക്ക് തരികയാണ്. ബക്കറ്റ് പിരിവൊക്കെ ഉണ്ടായിന് കേട്ടോ. അന്നത്തെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അന്നത്തെ അത്ര തിരക്കൊന്നും ഇപ്പം ഇല്ല. അത് ഈ മഴ ആയതുകൊണ്ടാവും. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഓൽക്ക് എന്നും പായസം കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പാലട പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മോൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ദഫുട്ടികൾ പോകുന്നുണ്ട്. ഇതിൻ്റെ മേലായിട്ട് ദഫ് കളിച്ചിട്ടുണ്ടായിന്. ഇവിടെ പിന്നെ കളിക്കാൻ മുറ്റത്ത് നിറച്ച് ചളി ആയതുകൊണ്ട് ഓല് കളിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടികൾ നല്ല സാമർഥ്യമുള്ള കുട്ടികൾ പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ചിലവരൊന്നും അങ്ങനെ വേണ്ടാന്ന് പറയുള്ളൂ അല്ലേ. ചിലർക്കൊന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ പക്ഷെ കവറൊന്നും അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 കവറൊക്കെ പിടിച്ച് പോയാലൊക്കെ ഉണ്ട്. കവറൊന്നും നിറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. എൻ്റെ അനിയന് ദഫിലല്ലാത്ത ടൈമിൽ ഓൻ ഇതേപോലെ പോകുമ്പോൾ ഒന്നും ഒരു സാധനവും വാങ്ങിക്കൊണ്ടിരില്ല കേട്ടോ. ഒരു മടിയാണ് വാങ്ങാൻ. അങ്ങനെ പണ്ടത്തെ ആ ഒരു രസമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പഴയ അത് എന്തും അങ്ങനെയാണല്ലോ അല്ലേ. പഴയ ഒരു രസം പിന്നെ വലുതാവുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാവില്ല അല്ലേ. എന്നാലും ഇതിലൊക്കെ കൂടാനും കാണാനും ഒക്കെ പറ്റിയിട്ടോ. അതിപ്പോൾ വ്യാഴാഴ്ച മുതൽ പരിപാടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഓന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഒക്കെ കുറവാണ്. ഇതിലേറെ കിട്ടലുണ്ട്. ഇതിൻ്റെ ഇരട്ടി കിട്ടലുണ്ട്. പിന്നെ ഇന്ന് നേർച്ച ഉണ്ടായതുകൊണ്ട് നേർച്ചച്ചോറും കറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും ടോക്കൺ കൊടുക്കലാണ്. ഇപ്രാവശ്യം ഓരോരുത്തർ പോയി വാങ്ങിക്കൊണ്ടുവരലാണ് കേട്ടോ. അങ്ങനെ 4:30ക്ക് തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ പാട്ടും പ്രസംഗമൊക്കെ. പക്ഷെ ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് കേട്ടോ പോന്നിരുന്നത്. അപ്പോൾ അർദ്ധരാത്രിയാണല്ലേ ഈ സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമുള്ളത്.
അപ്പോൾ ആപ്പാൻ്റെ കുട്ടി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വന്നത് നന്നായി, കാരണം അടുത്തത് ഇനി 5ാം ക്ലാസ് വരെ പാട്ടാണ്. അപ്പം 4ാം ക്ലാസ് വരെ ഇപ്പോൾ കഴിഞ്ഞു. 4:30 തൊട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ 5ാം ക്ലാസ് വരെ 4ാം ക്ലാസ് വരെ പരിപാടി കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയേനി, കാരണം അവിടെ ദ്വാരക്കലും ഇതൊക്കെ മൗലൂദൊക്കെ ഇങ്ങനെ ഉണ്ടായിനി. അതിൽ കൂടാനൊക്കെ പറ്റി. പിന്നെ അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ തിരക്ക് കൂടിട്ടോ. മോളെ പിന്നെ കടലമ്മലൊക്കെ അങ്ങനെ ഇരുത്തി. വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ അപ്പാൻ്റെ കുട്ടി പാട്ട് പാടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച 2 ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു കേട്ടോ. എല്ലാ പ്രാവശ്യം നബിദിനം കഴിഞ്ഞ് എനിക്ക് വിളിക്കുമ്പോൾ പറയും, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആ കുട്ടി ഉണ്ടായിരുന്നു, ഈ കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും പോലെ കാണാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിനി. വാട്സപ്പിലൊക്കെ ഉണ്ടാവലുണ്ട്, ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ, മദ്രസ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ 2 ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ. അതുകൊണ്ട് ഓലെയും കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിനി. പിന്നെ മറ്റുള്ളവരൊക്കെ പിന്നെ ഓലെ കുട്ടികളൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഓലെ കെട്ടിച്ചു കൊടുത്തൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ 1ാം ക്ലാസ്സിലെ കുട്ടികളെ ദഫാണ് കേട്ടത്. എന്നാലും ഐറ്റിങ്ങൾ നല്ലപോലെ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 1ാം ക്ലാസ്സിൽ അറിയുമ്പോൾ ഒന്നും അറിയാത്തൊരു ടൈമാണല്ലോ അല്ലേ. ഒരു അക്ഷര ലോകത്തേക്ക് ചുവട് വെക്കുന്ന ഒരു ടൈമല്ലേ. എന്നാലും നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മോളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കൈയൊക്കെ കൊട്ടിയിട്ട് ഓൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിനി. ഈ പരിപാടി ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് 1:30-2 മണി വരെ ഈ പരിപാടി ഉണ്ടാവും കേട്ടോ. അതിനിടയിൽ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടി കേട്ടോ. നല്ല ഏലക്കായ ഇട്ട ചായയൊക്കെ കിട്ടി. പിന്നെ ഇതാ ഫ്ലവർ ഷോ കണ്ടു. പാട്ടൊക്കെ നല്ല ഉഷാറുണ്ട്. പക്ഷെ ദഫിൻ്റെ പാട്ട് പോലും പാടുന്ന പാട്ടായതുകൊണ്ട് എനിക്ക് വലിയൊരു ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് മ്യൂസിക്കൊക്കെ ഉള്ള പാട്ടാണ് ഇഷ്ടം. ഇതാ ഇവർ പാടുകയാണ് കേട്ടോ. അത് ദഫ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് ദഫ് കുട്ടികൾ വരുന്ന ടൈമിൽ ഓല് പാടുകയാണ് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ എന്നിട്ട് തന്നെ ഓല് വന്നതിന് ശേഷം ഓലുള്ള കളി, പിന്നെ ആ ദഫിന്ന് ആ അരങ്ങൊക്കെ വീണ ഒരു ഇത് നല്ല